അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഒഫീഷ്യൽ OTT അപ്ഡേഷൻ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. ആ ഒരു അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത്. വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായി അറിയിക്കാൻ പോകുന്നത് ആസിഫ് അലി, അനുശ്വര രാജൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു രേഖാചിത്രം. ചിത്രം ഇപ്പോൾ മുതൽ സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ്. ജോജു, സുരാജ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു നാരായണൻ്റെ 3 മക്കൾ. ചിത്രം ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ്. വിനീത് ശ്രീനിവാസൻ, ബാബു ആന്റണി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഒരു ജാതി ജാതകം. ചിത്രം ഈ വരുന്ന മാർച്ച് 14-ാം തീയതി സിംപ്ലി സൗത്ത്, മനോരമ മാക്സ്, ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ 3 OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ബേസിൽ ജോസഫ്, ലിജുമോൾ ജോസ്, അതോടുകൂടി തന്നെ സജിൻ ഗോപു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു പൊന്മാൻ. ചിത്രം ഈ വരുന്ന മാർച്ച് 14-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. മമ്മൂട്ടി, അഖിൽ അഗിനി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ഏജന്റ് എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് 14-ാം തീയതി സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യും. മമ്മൂട്ടി, ഗോകുൽ സുരേഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ചിത്രം ഉടൻ തന്നെ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT